പക്ഷേ രാഷ്ട്രീയമായി എതിർചേരികളിലാണെങ്കിലും പ്രായത്തിൻ്റെ ഒരു പക്വത കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരുപാട് വർഷത്തെ അനുഭവ സമ്പത്തൊക്കെയുള്ള ഒരു സ്പീക്കറും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും തമ്മിലുള്ളൊരു കാര്യമാണ് പറഞ്ഞു വരുന്നത്. അതായത് ആ ഒരു നിയമസഭയിൽ പിണറായി വിജയന്റെ കണ്ണീര് കണ്ട ഒരേ ഒരാൾ ശരിക്കും തിരുവഞ്ചൂരാണ്, അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിച്ച ഒരാൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെന്ന് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ട്രോളുകളിൽ കണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചിരിച്ചൊരു വിഷയം തന്നെയായിരുന്നു ബാലഗോപാലിന്റെ ഒരു സഭയ നടപടികൾ നടക്കുന്നതിനിടയിൽ വാ തുറക്കാൻ പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ എന്തെങ്കിലും ഒന്ന് പറ എന്ന് പറയുന്ന ഒരു സീൻ. അത് പക്ഷെ എല്ലാവർക്കും നമുക്കൊക്കെ രസകരമായിട്ട് അത് കണ്ടപ്പോൾ അറിയാണ്ട് ശരിയാണ് വന്നത് സത്യം പറഞ്ഞാൽ. പക്ഷെ ആ വിഷയത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മുതിർന്ന നേതാവ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്പീക്കർ അദ്ദേഹം കൈകാര്യം ചെയ്തൊരു രീതിയുണ്ട്. അദ്ദേഹം അതിനുശേഷം കൊടുത്ത അഭിമുഖത്തിലും പറയുന്നുണ്ട് അദ്ദേഹം അക്കാര്യം. ഒരിക്കലും അങ്ങനെ ബാലഗോപാൽ ചെയ്യാൻ പാടില്ലായിരുന്നു. പിണറായി വിജയനെ പോലെ സീനിയറായ ഇത്രയും മുതിർന്ന ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു മനുഷ്യനോട് അത്തരത്തില് എടുത്തു ചാടിക്കൊണ്ടൊരു അഭിപ്രായ പ്രകടനം നടത്താനായിട്ട് ഇത്തരത്തിൽ കമ്പൽ ചെയ്യാനുള്ള യാതൊരു റൈറ്റും ബാലഗോപാലിനില്ല. അത്തരത്തിൽ ചെയ്തത് പിണറായി അല്ല ആരാണെങ്കിലും അത്തരത്തിൽ ചെയ്തത് ശരിയായില്ല, ബാലഗോപാൽ ചെയ്തത് ശരിയായില്ല, അഥവാ മാപ്പ് പറയണം എന്നുള്ള രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അത് ഈ രാഷ്ട്രീയ പോരുകളും നമ്മൾ കാണുന്നുണ്ട്, സഭയിൽ കൊത്തിക്കീറലുകളൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന അല്ലെങ്കിൽ പരസ്പര ഈ പറയുന്ന ഓപ്പോസിഷനിൽ ഇരിക്കുമ്പോൾ പോലും പ്രതിപക്ഷ ബഹുമാനം കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇപ്പോൾ സ്പീക്കർ ഓപ്പോസിഷൻ അല്ല, സ്പീക്കർ രണ്ടുപേരുടെയും തുല്യനായി നിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പോലും രാഷ്ട്രീയമായിട്ട് ഒരുപാട് ചേരിതിരിവുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ സ്പീക്കർ എന്നുള്ള നിലയിൽ രണ്ട് കൂട്ടരോടും ഈക്വലി നിൽക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഒരു കൃത്യമായൊരു നിലപാട് തന്നെയായിരുന്നു അവിടെ കണ്ടത് നമ്മൾ. എനിക്ക് ഇതിൽ തോന്നിയ മറ്റൊരു കാര്യം, ഇതിൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ പാർട്ടിയിൽ അകപ്പെട്ടു പോയ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിയമസഭയിൽ ഒന്നും പറയാൻ പറ്റാണ്ടിരിക്കുന്ന ഒരു പിണറായി വിജയനെ കൂട്ടിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്ന ഒരു സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിലക്കുമ്പതിനെ കാണാൻ പറ്റും. രണ്ട്, ഈ പറഞ്ഞ പോലെ പാർട്ടിയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ വിഷയത്തിൽ എരുതി കത്തിക്കുന്ന ഒരു സ്പീക്കർ. രണ്ട് വശം ഇതിലുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ നല്ല വശമുണ്ട്. പാർട്ടിയിലോ അല്ലെങ്കിൽ മുന്നണിയിലോ മറ്റാരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തുമ്പോൾ മുതിർന്ന വ്യക്തിയോട് അത് നിയമസഭയിൽ അങ്ങനെ പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു മനുഷ്യൻ എന്നുള്ള കടക്ക് അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ മാന്യമായ കാര്യമാണ്. ഇങ്ങനെ ഒറ്റയ്ക്ക് പറയാൻ പാടില്ല. കാരണം ഇത്രയേറെ പരിചയസമ്പത്തുള്ള 10 വർഷത്തോളം കേരളത്തിൽ മുഖ്യമന്ത്രിയായ ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിൽ ആഘോഷിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നിങ്ങൾ മുന്നണി ഒരേ പാർട്ടിക്കാരായിരിക്കാം, നിങ്ങൾ ഒരേ മുന്നണിയായിരിക്കാം, ഒരേ ഐഡിയോളജിക്കാരായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്നാണ് സ്പീക്കറോട് പറഞ്ഞത്. അപ്പം ഇതിന് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ രണ്ട് മാനങ്ങൾ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന് ഈ മാനം, രണ്ടാമത്തെ മാനം ഇതിൽ ഏറ്റവും എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കാര്യമാണ്. കാരണം CPM രണ്ടാമത് പുതിയൊരു ചേരി തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചൊരു ചേരി, മറുവശത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യപ്പെടാൻ ആരും ഉണ്ടായിരുന്നില്ല, ആരും ചോദ്യത്തിന് വിധേയമായിരുന്നു. എല്ലാം ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ്റെയും MV ഗോവിന്ദൻ്റെയും കയ്യിലായിരുന്നു. ഒരു പരിധി വരെ ഉണ്ടായിരുന്നത് കോടിയേരി ആയിരുന്നു. കോടിയേരിയുടെ വിനിയോഗത്തിന് ശേഷം ഈ പറഞ്ഞ പോലെ MV ഗോവിന്ദൻ വരുന്നു. പാർട്ടി മൊത്തം പിണറായി എന്താണോ പറയുന്നത് അത് അതേപോലെ നടത്തി കൊടുക്കുന്ന ഒരു ബൊമ്മ അല്ലെങ്കിൽ ഒരു പപ്പറ്റ് മാത്രമായിട്ട് MV ഗോവിന്ദൻ മാഷ് മാറുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ പാർട്ടിക്കുള്ള അദ്ദേഹത്തിനെതിരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അപ്പോൾ പാർട്ടി ഇത്തരത്തിൽ വലിയ പരാജയം നേരിടുന്നു. ആ പരാജയത്തിൽ ഈ പറഞ്ഞ പോലെ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള ആൾക്കാരോട് പറയുന്നു എന്തൊക്കെയാണ് പാർട്ടിക്കിട്ട പ്രശ്നങ്ങൾ, പാർട്ടി എന്തൊക്കെ കാര്യങ്ങൾ തിരുത്തണം എന്നുള്ളത് കൃത്യമായി പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞവർക്കെതിരെ നടപടി എടുക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ണൂരിലേക്ക് ഈ സാധനം കണ്ടതാണ്. ഇതിന് സമാന്തരമായി ഇപ്പോൾ ഇതിൽ നടക്കുന്ന ഒരു സാധനം MA ബേബിയുടെ നേതൃത്വത്തിൽ ഒരു സമാന്തര CPM ഉള്ളിൽ നടക്കുന്നു എന്നുള്ള സാധനമാണ്. അപ്പം MA ബേബിയുടെ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ പേര് കേട്ടാൽ നമ്മൾ അന്തം വിട്ടു പോകും. കാരണം MA ബേബിയാണ് മുമ്പിൽ നിൽക്കുന്നത്. അതിന് തൊട്ട് പുറകിലായിട്ട് MA ബേബിക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ആൾക്കാരാണ് P രാജീവ്, M സ്വരാജ്, KN ബാലഗോപാലൻ. ഈ മൂന്ന് പറഞ്ഞ മുതിർന്ന നേതാക്കന്മാരാണ് MA ബേബിക്ക് പിന്നിലായിട്ട് നിൽക്കുന്നത്. MA ബേബിയുടെ ഇപ്പോഴത്തെ ഈ ചടുലമായ നീക്കങ്ങൾക്ക് കാരണം ഈ പറഞ്ഞ പോലെ ഈ 3 നേതാക്കന്മാരുടെ സപ്പോർട്ടാണ്. അതിലുദാഹരണമാണ് ഈ പറഞ്ഞ പോലെ പിന്നെ ഈ ബാലഗോപാൽ, KN ബാലഗോപാൽ, അദ്ദേഹം നിയമസഭയിൽ കാണിച്ചതും അതേ സാധനം തന്നെയാണ്. പിണറായി വിജയനോട് ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു കൂറ്, സഹതാപം അല്ലെങ്കിൽ അനുകമ്പ, ഈ സാധനമൊന്നും ഇനി ഉണ്ടാവില്ല, സിമ്പതി, ഇതൊന്നും ഇനി ഉണ്ടാവില്ല എന്നുള്ള തരത്തിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാണിച്ചത്. അപ്പോൾ ഇവർ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇനി പിണറായി വിജയന് പുറത്തായാലും അകത്തായാലും യാതൊരുവിധ സപ്പോർട്ടും കൊടുക്കണ്ട എന്നുള്ളത്. ഇതിൽ മറ്റൊരു വശമുണ്ട്. ഏറ്റവും മുമ്പിൽ MA ബേബി നിൽക്കുന്നു. അവർക്ക് തൊട്ട് ബാക്കിലായിട്ട് ഈ പറഞ്ഞ പോലെ P രാജീവ്, അതേപോലെ KN ബാലഗോപാലൻ പോലത്തെ നേതാക്കന്മാർ നിൽക്കുന്നു. അവർക്ക് പിന്നിലായിട്ട് നിൽക്കുന്ന മൂന്നാമത് മറ്റൊരു പടയുണ്ട്. അതാണ് ഈ പറഞ്ഞ പോലെ P ജയരാജൻ, ശ്രീമതി, ഇവരൊക്കെ തുടങ്ങിയ നേതാക്കന്മാർ ഇവർക്ക് പുറകിലുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ
CPM-നുള്ളിൽ സമാന്തരമായ മറ്റൊരു CPM നിൽക്കുന്നുണ്ട്. അതിൻ്റെ തിരിച്ചടിയാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, പിണറായി വിജയൻ ഇനി തനിക്കെതിരെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചോടത്താണ് ഇത്തരത്തിലുള്ള നേതാക്കന്മാർ ചേരി തിരിഞ്ഞുകൊണ്ട് നിയമസഭയ്ക്കുള്ളിൽ തന്നെ പിണറായി ഒറ്റപ്പെടുത്തുന്നത്. കാരണം ഇനി അദ്ദേഹത്തെ അവിടെ വെച്ച് വെറുപ്പിക്കേണ്ട എന്നുള്ള പല ഗൂഢമായ നീക്കങ്ങൾ അവർക്കുള്ളിലുണ്ട്. കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ പാർട്ടിയുടെ ഇത്ര ദയനീയമായ തോൽവിക്ക് കാരണം പിണറായി വിജയനും MV ഗോവിന്ദനാണ് എന്നുള്ളത്. പക്ഷെ ഇവർ ഇത് മാറുന്നില്ലേ. അപ്പം ഇനി ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യം ഇവരെ ഇവിടുന്ന് പുറത്താക്കണം. അപ്പോൾ ഇത്രയും കാലം ആരും തിരിച്ച് പറയുന്നില്ല. അപ്പം ഇന്നലെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, EMS-ന്റെ പിന്നെ പ്രോഗ്രാമിൽ മലപ്പുറത്ത് നടന്ന പരിപാടിയിൽ ഈ പറഞ്ഞ പോലെ CPM-ന്റെ നേതാവായ MA ബേബി ഇത്തരത്തിലുള്ള രംഗത്ത് മുമ്പോട്ട് വരുന്നത്. അതിന് അപ്പം തന്നെ മറുപടി MV ഗോവിന്ദനും വരുന്നു, അതേപോലെ തന്നെ പിണറായി വിജയനും വരുന്നു. അതിനുശേഷമൊക്കെയാണ് ഇത്തരങ്ങൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തെ ഒതുക്കാല പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ KN ബാലഗോപാലനും MA ബേബിയും ഒക്കെ ഒരു ടീമാണ്. അവർ പിണറായി വിജയനെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു സാധനമാണ് നിയമസഭയിൽ. അതൊരു പക്ഷേ സ്പീക്കർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. സ്പീക്കർ ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ ആ ഏജ് കാറ്റഗറി, രണ്ടുപേരും മുതിർന്നവരാണ്. ഇത്തരത്തിൽ മുതിർന്നവരോട് നമ്മൾ കാണിക്കേണ്ട ഒരു ബഹുമാനം അല്ലെങ്കിൽ മര്യാദകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കീപ്പ് ചെയ്യുന്നില്ല CPM-ന്റെ ബാലഗോപാലൻ എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ മറുവശത്ത് ഈ പറഞ്ഞ പോലെ തന്നെ CPM-ന്റെ ഉള്ളിൽ തന്നെ സമാന്തര പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ അതൊരു പക്ഷേ സ്പീക്കർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിൽ പിണറായി വിജയനെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പോലെ ബാലഗോപാലൻ തുടക്കം കുറിച്ചത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി പറഞ്ഞ പോലെ P സ്വരാജ് അടക്കമുള്ള പല നേതാക്കന്മാർ പുറകിലുണ്ട്. ഏറ്റവും പുറകിലായിട്ട് P ജയരാജനും കൊടുക്കുന്നുണ്ട് സപ്പോർട്ട്. അപ്പോൾ ഇതൊരു ചില്ലറ കളിയല്ല. ഈ പറഞ്ഞ പോലെ പിണറായി വിജയനെതിരെ വലിയ തരത്തിലൊരു മുന്നണി അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ അവിടെ ഓൾറെഡി രൂപീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യാവസ്ഥ. അല്ല, ഉറപ്പായിട്ടും ഫവാസ് പറഞ്ഞ പോലെ മറുവശം കൂടി ചിന്തിക്കേണ്ടതാണ്. ശരിക്കും അനുഭവ സമ്പത്തും ഈ കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ തിരുവഞ്ചൂര് ഈ ചേർത്ത് പിടിക്കലിന് അപ്പുറത്തേക്ക് ചിലപ്പോൾ ഒരു പക്ഷെ അദ്ദേഹത്തിലെ ഒരു കുറുമ ബുദ്ധിക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ, അദ്ദേഹം ഉറപ്പായിട്ടും ചിലപ്പോൾ ഇതുവരെ തമ്മിലൊരു സ്പ്ലിറ്റനിങ് ഉണ്ടാക്കാൻ കൂടി വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു കാര്യം ഉള്ളിൽ ഉണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹം എന്തായാലും ഈ ഒരു വിഷയത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾ ഈസ് ഗോൾഡ് എന്നാണല്ലോ. അപ്പോൾ പ്രായമായ ഒരാൾ എന്നുള്ളൊരു പക്വത കൂടുമ്പോഴത്തേനും എപ്പോഴും ഒരു സ്പ്രിങ് ആക്ഷൻ ഉണ്ടാവണം എന്നൊന്നും നിർബന്ധമില്ല. കുറച്ചും കൂടി ആലോചിച്ച് പക്വമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും പറയുക. അത്തരത്തിൽ പക്വതമായിട്ടുള്ള തീരുമാനങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ അവിടെ ഒരു സൈലൻസ് എടുത്തത്. അതിനുശേഷം അദ്ദേഹം പറയുമ്പോൾ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ളത് പറയും. അപ്പം അതിനുള്ളൊരു സമയമായിരുന്നു അദ്ദേഹം എടുത്തുകൊണ്ടിരുന്നത്. ആ സമയത്തിലേക്ക് ഇടക്ക് കയറിയിട്ട് ബാലഗോപാൽ ഇങ്ങനെ എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞിട്ട് ആക്രോശിച്ചത് ശരിയായില്ല എന്നുള്ള തരത്തിലാണ് ഈ തിരുവഞ്ചൂർ പറഞ്ഞു വെക്കുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ CPM-നകത്ത് പോലും ചിലപ്പോൾ അത്രയും നന്നായിട്ട് പിണറായിനെ വെളുപ്പിക്കാൻ വേറൊരാൾക്ക് പറ്റില്ല എന്ന് തോന്നുന്നു. ഇത്ര കൃത്യമായിട്ടൊരു ന്യായീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ തിരുവഞ്ചൂർ നല്ല വ്യക്തമായിട്ടുള്ള ന്യായീകരണം കൊടുത്തു. അത് ഈ ഫവാസ് പറഞ്ഞ A or B ഏതാണ് ഉദ്ദേശം എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ചേർത്ത് പിടിക്കൽ ശരിക്കും രാഷ്ട്രീയക്കാർക്കിടയിൽ, ഇത്തരം രാഷ്ട്രീയ അടികൾക്കിടയിൽ എപ്പോഴും ഒരു മാതൃകയാക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊരു സാധനം കൂടി ഉണ്ട്, കർമ്മ എന്ന് പറഞ്ഞ സാധനമുണ്ട്. പണ്ട് അച്യുതാനന്ദനോട് പിണറായി വിജയൻ ചെയ്തത് എന്താണോ ഇതേപോലെ തന്നെ. അന്ന് അദ്ദേഹത്തിന് ഏജ് ഒരുപാടായിരുന്നു. അദ്ദേഹം പ്രായാധിക്യം കൊണ്ട് ആ 95-ാമത്തെ വയസ്സിലും വയ്യാണ്ട് എന്നാലും അദ്ദേഹം പാർട്ടിയിൽ ആക്റ്റീവായിരുന്നു. പല കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തെ തഴയുന്നു, മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കുന്നു. എന്നിട്ട് പറഞ്ഞ പോലെ നിരീക്ഷകൻ അല്ലെങ്കിൽ പാർട്ടിക്ക് ഉപദേശകൻ എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് ഒരു ക്യാബിനറ്റ് പേരിനൊരു ക്യാബിനറ്റ് പദവി ഇത്തരത്തിൽ അദ്ദേഹത്തെ ഒതുക്കിയത് പിണറായി വിജയനാണ്. അപ്പോൾ പിൽക്കാലത്ത് ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയി എന്തായാലും. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പം ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ ഈ സാധനം അനുഭവിക്കേണ്ടി വരും എന്നുള്ള സത്യാവസ്ഥയാണ്. ഇപ്പം അദ്ദേഹം അന്ന് VS പോയ കാലഘട്ടം എന്താണോ പ്രായാധിക്യം നേരിട്ട് അതേ പ്രശ്നത്തിലൂടെയാണ് പിൽക്കാലത്ത് ഇപ്പോൾ പിണറായി വിജയൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അന്ന് ചെയ്ത സാധനം തിരിച്ചടിയായിട്ട് ഇന്ന് KN ബാലഗോപാലിനോട് തിരിച്ചു കിട്ടുന്നു എന്നുള്ള രീതിയിലൂടെ ഞാനിതിൽ കാണുന്നുള്ളൂ.